ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ്റെ സെക്കൻഡ് എക്സാമ്പിൾ ആണ് വരുന്നത് സ്റ്റഫൈലോകോക്കസ് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്നത്. സോ എന്താണ് സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ നോക്കാം. ആ ഒരു ടേമിൽ തന്നെ ഉണ്ടല്ലേ, സ്റ്റഫൈലോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന ഡിസീസ് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഇൽനെസ്സിനെയാണ് നമ്മൾ സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. Commonly occurring food intoxication is caused by the injection of enterotoxin produced or formed in food during the growth of certain strains of Staphylococcus aureus. So Staphylococcus aureus produce ചെയ്യുന്ന ടോക്സിൻ എങ്ങനത്തെ ടോക്സിൻ ആണ്? എൻറ്ററോടോക്സിൻസ് ആണ്. എൻറ്ററോടോക്സിൻസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ ആയിട്ട് പോയി അഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റസ്റ്റൈൻസിനെയൊക്കെ ആയിരിക്കും. സോ സ്റ്റാഫ് ഓറിയസ് അഥവാ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻറ്ററോടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആണ് സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ബോട്ടുലിസത്തിൻ്റെ കേസിൽ ബോട്ടുലിനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോടോക്സിൻ ആണ്. സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ്റെ കാര്യത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻറ്ററോടോക്സിൻ ആണ്. പ്രൊഡ്യൂസ് ആൻഡ് എൻറ്ററോടോക്സിൻ. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻറ്ററോടോക്സിൻ ആണ്. കോസസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ലൈനിങ് ഓഫ് ഇൻറ്റസ്റ്റൈനസ് ട്രാക്ട്. സോ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് മീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. ഗ്യാസ്ട്രോ മീൻസ് എന്താണ്? സ്റ്റൊമക്കിൻ്റെ സയൻറ്റിഫിക് വേർഡാണ് ഗ്യാസ്ട്രോ. എൻറ്ററോ മീൻസ് ഇൻറ്റസ്റ്റൈൻ. സോ ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. ആ ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. സോ ഗ്യാസ്ട്രോ ഇത്രയും കൊണ്ട് മീൻ ചെയ്യുന്നത് സ്റ്റൊമക്ക്. ഇനി എൻറ്ററോ മീൻസ് ഇൻറ്റസ്റ്റൈൻ. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. സോ നമ്മൾ ആ ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാണ്. അതായത് സിംപിളി പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ഇൻഫ്ലമേഷൻസ് കോസ് ചെയ്യും ഈ ഒരു എൻറ്ററോടോക്സിൻസ് സ്റ്റാഫ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്ത്. അതല്ലെങ്കിൽ പിന്നെ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്സിലൊക്കെ ഇൻഫ്ലമേഷൻ കോസ് ചെയ്യും. ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം സർജിക്കൽ ആബ്സസ് ബൈ അലക്സാണ്ടർ ഓക്സ്റ്റൺ. സോ ഇതിനെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതായത് സ്റ്റാഫ് ഓറിയസിനെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് അലക്സാണ്ടർ ഓക്സ്റ്റൺ ആണ്. അതും ഒരു സർജിക്കൽ ആബ്സസിൽ നിന്നിട്ടാണ് സ്റ്റാഫ് ഓറിയസിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഈ ഒരു ഓർഗാനിസംസിനെ കുറിച്ച് നോക്കുകയാണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് occurs as gram positive cluster or grapes in short chains or pairs. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. അത് ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. അതായത് മുന്തിരിക്കൊലകൾ പോലെയാണ് അതിനെ കാണപ്പെടുന്നത്. Then on solid media golden or yellow unpigmented. അപ്പം ഇതിനെ മീഡിയയിലുള്ള ഇതിൻ്റെ കോളനി അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ അല്ലെങ്കിൽ യെല്ലോ കളേർഡ് ഓർ അൺപിഗ്മെൻറ്റഡ് കോളനീസ് ആയിരിക്കും നോർമലി സ്റ്റാഫ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സെറോളജിക്കലി ഡിസ്റ്റിൻറ്റ് ടോക്സിൻസ്. അപ്പം ഇതിൻ്റെ ടോക്സിൻസ് നോക്കുകയാണെങ്കിൽ 6 ടൈപ്പ് ഓഫ് ടോക്സിൻസ് ആണുള്ളത്. A, B, C1, C2, D, E. ഇതാണ് ഇതിൻ്റെ മെയിൻ ടൈപ്പ് ഓഫ് ടോക്സിൻസ്. അതിൽ തന്നെ ഫുഡ് പോയിസണിങ് കോസ് ചെയ്യുന്നത് ടൈപ്പ് A ടോക്സിൻസും അതേപോലെ D ടോക്സിൻസും ഒക്കെയാണ് മെയിൻലി ഫുഡ് പോയിസണിങ് കോസ് ചെയ്യുന്നത്. ദെൻ ഈ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. എൻട്രോടോക്സിൻ പ്രൊഡ്യൂസിങ് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത് കൊയാഗുലേസ് പോസിറ്റീവ് ആണ്. അതായത് ഇതിന് കൊയാഗുലേസ് എന്ന് പറയുന്ന എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ നമ്മൾ മെയിനായിട്ടും സ്റ്റഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി കൊയാഗുലേസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. സ്ലൈഡ് കൊയാഗുലേസ് ടെസ്റ്റും ട്യൂബ് കൊയാഗുലേഷൻ ടെസ്റ്റും ആണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ മെയിൻലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗാനിസംസ് കൊയാഗുലേസ് എന്ന് പറയുന്ന ഒരു എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊയാഗുലേറ്റഡ് റിയാക്റ്റീവ് ഫാക്ടറുമായിട്ട് CRFുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രോത്രോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോത്രോമിന് ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ക്ലോട്ടിങ്, അതായത് അവിടെ കൊയാഗുലേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിയാക്ഷൻ ആണ്. ജസ്റ്റ് ഇത്ര ഓർത്തിരുന്നാൽ മതി. കൊയാഗുലേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ഇത് എയറോബിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് ആണ്. പ്രോട്ടിയോലിറ്റിക് ആണ്, ബട്ട് ഡു നോട്ട് പ്രൊഡ്യൂസ് ഒപ്നീഷ്യസ് ഓർഡർ. നോർമലി ഈ മീറ്റിലൊക്കെ പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് വന്ന് ആക്ട് ചെയ്തിട്ട് അവിടെ ആ ഒരു അതിലെ മീറ്റിലെ പ്രോട്ടീൻ കണ്ടൻസിനൊക്കെ ഡൈജക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുമ്പം അവിടെ ഒരു പ്യൂട്രിഡ് സ്മെല്ല് അല്ലെങ്കിൽ ഒപ്നീഷ്യസ് സ്മെല്ല് വരാം. ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിസംസും പ്രോട്ടിയോലിറ്റിക് ആണ്, പക്ഷേ ആ ഫുഡിൽ എന്ത് കോസ് ചെയ്യുന്നില്ല? ഒപ്നീഷ്യസ് ആയിട്ടുള്ള ഓർഡർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല.
ആൻഡ് ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് ആൻഡ് ടോക്സിൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 4 to 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ സ്റ്റാഫിലോകോക്കസ് ഓറിയസിന് ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ടോക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ നോർമലി പറയുന്നത് 4 to 46 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് നോർമലി ഗ്രോത്ത് ചെയ്യുന്നതും ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ദെൻ ഇതിൻ്റെ പി എച്ച് വരുന്നത് 4.8 to 8 ആണ്. അതായത് എയറോബിക് ആണെങ്കിൽ അതിന് ഗ്രോ ചെയ്യുന്ന പി എച്ച് 4.8ഉം അനറോബിക്കിൻ്റെ കേസിൽ പി എച്ച് 5.5ഉം ആണ്. വാട്ടർ ആക്ടിവിറ്റി 0.86 ഫോർ എയറോബിക് ആൻഡ് 0.90 ഫോർ അനറോബിക്. വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മൈക്രോ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ വേണ്ടുന്ന വാട്ടറിൻ്റെ എമൗണ്ടിനെയാണ് വാട്ടർ ആക്ടിവിറ്റി എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്. സോ വാട്ടർ ആക്ടിവിറ്റി എയറോബിക് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ കേസസിൽ 0.86ഉം അനറോബിക് ആയിട്ടുള്ളതിൻ്റെ കേസസിൽ 0.90യുമാണ് അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി. എ മില്യൺ സ്റ്റഫൈലോകോക്കെ പെർ ml per gram of perishable food will be inactivated by 66 degrees Celsius for 20 minutes. So സ്റ്റഫൈലോകോക്കസിനെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 66 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 12 മിനിറ്റ് ഹീറ്റ് ചെയ്താൽ നമുക്ക് അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സ്കിന്നാണ്. നേസൽ പാസേജ്, അതായത് നമുക്ക് ഈ മൂക്കൊക്കെ ഒലിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന സിക്രീഷൻസിൽ കൂടെയൊക്കെ ആയിരിക്കും മെയിനായിട്ടും ഈ സ്റ്റഫൈലോകോക്കസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റഫൈലോകോക്കസ് കൗവിൽ മാസ്റ്റൈറ്റിസ് കോസ് ചെയ്യും. മാസ്റ്റൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് മാസ്റ്റിൻ. അവിടെ ഇൻഫ്ലമേഷൻസ് പശുവിൻ്റെയൊക്കെ അകിടിന് ഇൻഫ്ലമേഷൻസ് കോസ് ചെയ്യാനും ഇത് കാരണമാകുന്നുണ്ട്. സോ സോഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഹ്യൂമൻ സ്കിന്നും മാസ്റ്റൈറ്റിസ് ഇൻ കൗ ആണ്. സോ മാസ്റ്റൈറ്റിസ് ഉള്ളൊരു കൗവിലാണെങ്കിൽ അതിൻ്റെ മിൽക്ക് ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഹ്യൂമൻസിൽ ഇൻഫെക്ഷൻസ് വരാം. ദെൻ ഇതിൻ്റെ ടോക്സിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻറ്ററോടോക്സിൻസ് ആണ്. സോ സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ സ്റ്റഫൈലോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രോടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് ഇത് മെയിനായിട്ടും ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. ഇത് ഹ്യൂമൻ ബീൻസിൽ സോഴ്സ് ആണ്. ഹ്യൂമൻ ബീൻസിൻ്റെ കേസസിൽ നേസൽ പാസേജ് ഒക്കെയാണ് സോഴ്സ് ആയിട്ട് പറയുന്നത്. അതേപോലെ കൗവിൻ്റെ ഒക്കെ കേസസിൽ മാസ്റ്റൈറ്റിസ് ആണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പി എച്ച് നമ്മൾ പറഞ്ഞു, അതായത് എയറോബിനും അനറോബിനും ഗ്രോത്തിന് വേണ്ടിയിട്ട് വരുന്ന പി എച്ച് പറഞ്ഞു. ഇത് നോർമലി എയറോബിക്കലി ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഇത് പ്രോട്ടിയോലിറ്റിക് ആണ്, കൊയാഗുലേസ് പോസിറ്റീവ് ആണ്. പ്രോട്ടിയോലിറ്റിക് ആണെങ്കിലും ഇതെന്താ ഫുഡിൽ ഒബ്നീഷ്യസ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇത്രയാണ് നമ്മൾ സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് സ്റ്റാഫിൻ്റെ എൻറ്ററോടോക്സിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദ സ്റ്റഫൈലോകോക്കൽ എൻറ്ററോടോക്സിൻസ് ആർ സിമ്പിൾ പ്രോട്ടീൻ വിത്ത് മോളിക്കുലാർ വെയ്റ്റ് ബിറ്റ്വീൻ 26,000 and 13,000. സ്റ്റഫൈലോകോക്കലിൻ്റെ എൻറ്ററോടോക്സിൻ എന്ന് പറയുന്നത് സിമ്പിൾ പ്രോട്ടീൻ ആണ്. അപ്പം ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതായിരുന്നു? ബോട്ടിലിസം ആയിരുന്നു. ബോട്ടിലിസത്തിൻ്റെ കേസിലുള്ള ന്യൂറോടോക്സിനും പ്രോട്ടീൻ നേച്ചർ തന്നെയാണ്. ഇവിടെയും എൻട്രോടോക്സിൻ എന്ന് പറയുന്നതും സിമ്പിൾ പ്രോട്ടീൻ ആണ്. ആൻഡ് ഇറ്റ്സ് മോളിക്കുലാർ വെയ്റ്റ് ഈസ് അബൌട്ട് 26,000 to 13,000 ഡാൽട്ടൺ ആണ് ഇതിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് വരുന്നത്. And the single polypeptide chain are cross-linked by disulfide bridge to form a cysteine loop. Then ഇതിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻട്രോടോക്സിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിരിക്കും. അതിനെ ക്രോസ് ലിങ്ക് ചെയ്തിട്ട് ഒരു ഡൈസൾഫൈഡ് ലിങ്കേജ് കാണും. സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിന് അതിന് ഡൈസൾഫൈഡ് ലിങ്കേജ് കാണും. സോ അത് ഫോം ചെയ്യുന്നത് ഒരു സിസ്റ്റീൻ ലൂപ്പാണ്. അതായത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓർത്തില്ലെങ്കിലും സിസ്റ്റീൻ ലൂപ്പ് എന്നൊരു സ്ട്രക്ചർ ഇതിൻ്റെ എൻട്രോടോക്സിൻസിൽ പ്രസൻ്റ് ആണ്. സോ ഈ ഒരു സിസ്റ്റീൻ ലൂപ്പാണ് അതിൻ്റെ ടോക്സിസിറ്റിക്ക് കാരണം. Since many of the amino acids in this loop are similar in each of the enterotoxins type, it is thought that to be toxic part of the molecules. So ഇതിനുള്ളിലുള്ള അതായത് ഈ സിസ്റ്റീൻ ലൂപ്പിനുള്ളിലുള്ള അമിനോ ആസിഡ്സ്, സിൻസ് മെനി ഓഫ് ദി അമിനോ ആസിഡ്സ് ഇൻ ദി ലൂപ്പ് ആർ സിമിലർ, ഈ മിക്ക ടോക്സിൻസിൻ്റെ കേസസിലും ഈ ലൂപ്പിലുള്ള അമിനോ ആസിഡ്സ് എല്ലാം സിമിലർ ആണെങ്കിൽ പോലും ഈ സ്റ്റഫൈലോകോക്കസിൻ്റെ എൻട്രോടോക്സിൻ്റെ കേസസിൽ അതിന് ടോക്സിസിറ്റിക്ക് കാരണം ഈ ഒരു ലൂപ്പിൻ്റെ പ്രസൻസ് ആണെന്നാണ് പറഞ്ഞത്. സോ സ്റ്റഫൈലോകോക്കസിൻ്റെ എൻട്രോടോക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര ഓർത്തിരിക്കുക, അത് സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോട്ടീൻ ആണ്. സ്റ്റഫൈലോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോക്സിൻ എൻട്രോടോക്സിൻ ആണ്. ഇത് മെയിനായിട്ടും ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോട്ടീൻ ആണത്. അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ്
വെയിറ്റ് വരുന്നത് 26,000 to 13,000 ആണ് മോളിക്കുലാർ വെയിറ്റ് വരുന്നത്. ആൻഡ് സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ക്രോസ് ലിങ്ക്ഡ് വിത്ത് ഡൈസൾഫൈഡ് ബ്രിഡ്ജ് എന്നിട്ട് ഒരു സിസ്റ്റൈൻ ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സിസ്റ്റൈൻ ലൂപ്പാണ് അതിൻ്റെ ടോക്സിക് പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 6 ടൈപ്പ് ഓഫ് ടോക്സിൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് 6 ടൈപ്പ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. A, B, C1, C2, D, E. Of the several type of enterotoxin, A and D are more often associated with food poisoning outbreak. അപ്പം ഇവിടെ മെയിൻ ആയിട്ടും ഫുഡ് പോയിസണിങ് കോസ് ചെയ്യുന്നത് A സ്ട്രെയിനും അതേപോലെ തന്നെ Dയുമാണ്. Appreciable level of enterotoxins are produced only after considerable growth of Staphylococcus. So ഒരു ടോക്സിൻ അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി കോസ് ചെയ്യാൻ പാകത്തിൽ ടോക്സിൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പാകം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സ്റ്റഫൈലോകോക്കസ് നന്നായിട്ട് ഗ്രോ ചെയ്ത് ഒരുപാട് കൺസിഡറബിൾ എമൗണ്ടിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്രിഷ്യബിൾ ലെവൽ ഓഫ് എൻട്രോടോക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ആഫ്റ്റർ കൺസിഡറബിൾ ഗ്രോത്ത് ഓഫ് സ്റ്റാഫ് നന്നായിട്ട് വളർന്നാൽ മാത്രമേ നല്ല രീതിക്ക് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ടോക്സിസിറ്റി കോസ് ചെയ്തുള്ളൂ. സോ നമുക്ക് മാക്സിമം സ്റ്റാഫിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ പതോജനിക് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ ഗ്രോത്തിനെ അലോ ചെയ്യാതിരുന്നാൽ ഈ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ സാധിക്കും. Then condition that favor for toxin production. Toxin production favor ചെയ്യുന്ന conditions എന്തൊക്കെയാണ്? Temperature for the production of toxin is best at 14 degrees Celsius. So നമ്മൾ പറഞ്ഞു ഒരു 4 to 14 degrees Celsiusലൊക്കെയാണ് ഇത് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് ആയിട്ട് ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് ആൻഡ് ടോക്സിൻ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞത് 4 to 46 degrees Celsius ആണ്. അതിൽ തന്നെ മെയിൻ ആയിട്ടും നല്ല രീതിയിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു 14 degrees Celsiusലായിരിക്കും ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. Type of food eventually has an influence on amount of enterotoxin produced. Little is produced in salmon, for example, and much in meat products and custard filled bakery. അപ്പം ടൈപ്പ് ഓഫ് ഫുഡ്, ഏത് ടൈപ്പ് ഫുഡ് ആണ് എന്നതിൻ്റെ ബേസിസിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രോടോക്സിൻ്റെ എമൗണ്ടിലും വേരിയേഷൻ സംഭവിക്കുന്നു. ഇപ്പം സാൽമോൺ എന്ന് പറയുന്ന ഒരു ഫിഷിന് എക്സാമ്പിൾ ആണ്. സാൽമോണിൻ്റെ ഒക്കെ കേസിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രോടോക്സിൻസ് കുറവായിരിക്കും. പക്ഷെ മീറ്റിൻ്റെയൊക്കെ കേസസിൽ അതേപോലെ തന്നെ കസ്റ്റാർഡ് ഫിൽഡ് ബേക്കറി ഗുഡ്സ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ എമൗണ്ടിൽ എൻട്രോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ എൻട്രോടോക്സിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫുഡിൻ്റെ നേച്ചറിനെ അനുസരിച്ചിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാൽമോൺ ഫിഷിൻ്റെ കേസസിൽ എൻട്രോടോക്സിൻ കുറവായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മീറ്റ് ആൻഡ് കസ്റ്റാർഡ് ഫിൽഡ് ബേക്കറി ഗുഡ്സ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് എൻട്രോടോക്സിൻ ഈസ് ഹൈയർ. The presence of starch and protein in considerable amount is supposed to enhance the toxin production by Staphylococcus. അതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സിൽ സ്റ്റാർച്ചിൻ്റെയും പ്രോട്ടീൻ്റെയും പ്രസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർച്ചും പ്രോട്ടീനും ഒരു കൺസിഡറബിൾ എമൗണ്ടിൽ നമ്മുടെ ഫുഡിൽ പ്രസൻ്റ് ആണെങ്കിൽ അത് ടോക്സിൻ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യും. നമ്മൾ ബോട്ടിലിസത്തിൻ്റെ കേസിൽ ടോക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാൾട്ടോസ് ഗ്ലൂക്കോസ് ഒക്കെ ഫുഡിനകത്തുണ്ടെങ്കിൽ ടോക്സിൻ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യും. ലോ ആസിഡ് മീഡിയം ആസിഡ് ഫുഡൊക്കെ ടോക്സിൻ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യുമെന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടും സ്റ്റാർച്ചും പ്രോട്ടീനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്താ സ്റ്റഫൈലോകോക്കസിൻ്റെ ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നു, അതുവഴി ടോക്സിൻ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യുന്നു. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻട്രോടോക്സിൻ ഈസ് ദെയർ സ്റ്റെബിലിറ്റി ടുവേർഡ് ഹീറ്റ്. സോ ഇനി ഇതിൻ്റെ ഹീറ്റ് എങ്ങനെയാണ്, അതായത് എൻട്രോടോക്സിന് ഹീറ്റിനോടുള്ള ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ ആർ ഹൈലി സ്റ്റേബിൾ ടുവേർഡ് ഹീറ്റ്. ബോട്ടിലിസത്തിൻ്റെ കേസിൽ അവിടുത്തെ ന്യൂറോടോക്സിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹീറ്റ് റെസിസ്റ്റൻ്റ് എന്ന രീതിയിലാണ്. ഇവിടുത്തെ ടോക്സിൻസ് എന്ന് പറയുന്നത് ദേ ആർ ഹൈലി സ്റ്റേബിൾ ടു ഹീറ്റ്. The normal cooking of food will not destroy the toxin formed therein before the heating process. Such food might cause poisoning, although no live Staphylococcus could be demonstrated. So normal cooking എന്ന് പറയുന്നത്, അതായത് നോർമൽ ടെമ്പറേച്ചർ നമ്മൾ കുക്ക് ചെയ്ത സ്റ്റഫൈലോകോക്കസ് ഓറിയസ് അവിടെ നിന്ന് കില്ലാവുന്നില്ല. ഈവൻ ലൈവായിട്ടുള്ള സ്റ്റഫൈലോകോക്കസ് ഓറിയസ് അവിടെ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ടോക്സിൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ, ആ ഡിസീസസിനെ കുറിച്ചാണ് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ബോഡിയിൽ ഓർഗാനിസം ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സിംറ്റംസ് കാണിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വിത്തിൻ 2 to 4 hours അത് എന്താ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. സോ ദ ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 2 to 4 hours. ദെൻ നോർമലി കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സലൈവേഷൻ, നോസിയ, വൊമിറ്റിംഗ്, റെറ്റിൻ, അബ്ഡോമിനൽ ക്രാംപ്, ഡയേറിയ,
blood and mucus in the stool, vomitus, headache, muscular cramping, sweating, chills, prostration, weak pulse, shock, shallow respiration, subnormal body temperature. സോ ഇതിനകത്ത് ഈ എല്ലാ സിംറ്റംസും ഓർത്തിരിക്കേണ്ട. എല്ലാ ഇൻഫെക്ഷൻസിലും കോമൺലി കണ്ടുവരുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ടാക്കി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. മസ്കുലാർ ക്രാമ്പ്, അതേപോലെ തന്നെ നമുക്ക് ഹെഡ് ഏക്ക്, വോമിറ്റിങ്, നോസിയ, ഡിസിനെസ്, ദെൻ അബ്ഡോമിനൽ ക്രാമ്പ്, ഇതൊക്കെ നോർമലി കാണപ്പെടുന്ന സിംറ്റംസ്. ആ സിംറ്റംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ചില ഡിസീസസിന് വേണ്ടി മാത്രം ചില സിംറ്റംസ് കാണും, അത് ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ ബോട്ടിലിസത്തിൻ്റെയൊക്കെ കേസസ് പറഞ്ഞപ്പോൾ ഡബിൾ വിഷൻ പറഞ്ഞായിരുന്നു. ഡബിൾ വിഷന്, അതുപോലെ ഇൻവോളണ്ടറി മസിൽസിൻ്റെ പാരാലിസിസ്, അതൊക്കെ ബോട്ടിലിസത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ഓർത്തിരിക്കുക. ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ഇൻ ദി സ്റ്റൂളിൽ ബ്ലഡും മ്യൂക്കസും ഒക്കെ കാണാൻ സാധിക്കും സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ കേസ്. അങ്ങനെ പിന്നെ ഷാലോ റെസ്പിറേഷൻസ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസും ഓർത്തിരിക്കുക. ദെൻ റിക്കവറി എന്ന് പറയുന്നത് അൺഈവൻഫുൾ ആൻഡ് കംപ്ലീറ്റ്. നമുക്ക് കംപ്ലീറ്റ് റിക്കവറി ഒക്കെ പോസിബിൾ ആണ്. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് റെയർ ആണ്. അതായത് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ടൈപ്പിനെ ബ്രേക്ക് ചെയ്തിരിക്കും, ഇത് സ്പ്രെഡ് ആവുമോ ഇല്ലയോ എന്നത്. ഡയഗ്നോസിസ്, ഐസൊലേഷൻ ഓഫ് സ്റ്റഫൈലോകോക്കി ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ടോക്സിൻ പ്രൊഡക്ഷൻ, ഐസൊലേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ടോക്സിൻ. ഡയഗ്നോസ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് സ്റ്റഫൈലോകോക്കസിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോക്സിൻസിൻ്റെ ഡെമോൺസ്ട്രേഷൻ, ടോക്സിൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിൽ കൂടിയൊക്കെയാണ് മെയിൻലി ഡയഗ്നോസിസ് വരുന്നത്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ആഡിക്വേറ്റ് റെഫ്രിജറേഷൻ ഓഫ് ഫുഡിനെ റെഫ്രിജറേറ്റ് ചെയ്യുന്ന ഫുഡിനെ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക് സബ്സ്റ്റൻസ്, അതായത് ബാക്ടീരിയയെ കില്ല് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, അതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക് സബ്സ്റ്റൻസ്. അതൊക്കെ നമ്മൾ ഫുഡിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്യുക. കസ്റ്റാർഡ് ഫിൽഡ് പഫിലൊക്കെ പാസ്ചറൈസേഷൻ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് 119 to 218 degree Celsius for 30 minutes. അപ്പോൾ കസ്റ്റാർഡ് ഫിൽഡ് പഫ്, ഈ കസ്റ്റാർഡ് ഫിൽഡ് പഫിലൊക്കെ സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെ പാസ്ചറൈസ് ചെയ്തതിന് ശേഷം മാത്രം കൺസ്യൂം ചെയ്യുക. നെക്സ്റ്റ്, കണ്ടീഷൻ നെസസറി ഫോർ ഔട്ട് ബ്രേക്ക്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നതെന്നാണ് അടുത്ത നോക്കുന്നത്. The food must contain enterotoxin producing Staphylococci. The food must be a good culture medium for growth and toxin production by Staphylococci. അതായത് ഓൾറെഡി ഫുഡിനകത്ത് എൻട്രോടോക്സിൻസ് ഉണ്ടെങ്കിൽ അതെന്ത് കോസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യുന്നുണ്ട്. അപ്പം ദ ഫുഡ് മസ്റ്റ് കണ്ടെയ്ൻ എൻട്രോടോക്സിൻ പ്രൊഡ്യൂസിങ് സ്റ്റഫൈലോകോക്കെ. അപ്പോൾ എൻട്രോടോക്സിൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സ്റ്റഫൈലോകോക്കെ നമ്മുടെ ഫുഡിനകത്ത് ഉണ്ടെങ്കിൽ അതെന്തിന് കാരണമാകുന്നുണ്ട്? ഈ ഒരു ഫുഡ് ഇൻഫെക്ഷന് ഔട്ട് ബ്രേക്കിന് കാരണമാകുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ദ ഫുഡ് മസ്റ്റ് ബി എ ഗുഡ് കൾച്ചർ മീഡിയം ഫോർ ഗ്രോത്ത് ആൻഡ് ടോക്സിൻ പ്രൊഡക്ഷൻ ബൈ സ്റ്റഫൈലോകോക്കെ. ഈ ഫുഡ് എന്ന് പറയുന്നത് ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഗ്രോത്തിനും ടോക്സിക് പ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് കൾച്ചറൽ മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നുണ്ട്. ദ ടെമ്പറേച്ചർ മസ്റ്റ് ബി ഫേവറബിൾ ടു ഗ്രോത്ത് ഓഫ് കോക്കെ ആൻഡ് ഇനഫ് ടൈം മസ്റ്റ് ബി അലൗഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എൻട്രോടോക്സിൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ ഫേവർ ചെയ്യുകയാണെങ്കിൽ ആ ഓർഗാനിസംസ് അവിടെ ഗ്രോ ചെയ്ത് ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. ദ എൻട്രോടോക്സിൻ ബിയറിംഗ് ഫുഡ് മസ്റ്റ് ബി ഇൻജസ്റ്റഡ്. അതുപോലെ തന്നെ ടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മെയിൻലി അതിൻ്റെ ഔട്ട് ബ്രേക്സ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പ്രിവെൻഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ഓഫ് ദി ഫുഡ് വിത്ത് ദ സ്റ്റഫൈലോകോക്കെ. അതായത് സ്റ്റഫൈലോകോക്കസും ഫുഡും തമ്മിലൊരു കോണ്ടാക്റ്റ് വരാതെ പ്രിവെൻറ്റ് ചെയ്യുക. പ്രിവെൻഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് സ്റ്റഫൈലോകോക്കെ, അതേപോലെ തന്നെ ഫുഡിലുള്ള സ്റ്റഫൈലോകോക്കസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക. കില്ലിംഗ് സ്റ്റഫൈലോകോക്കസ്, ഫുഡിൽ സ്റ്റഫൈലോകോക്കസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യുക. Contamination of food can be reduced by general method of sanitization by using ingredients. Contaminations നമ്മൾ sanitization മെത്തേഡിൽ കൂടി contamination control ചെയ്യുക. Free from coke, example pasteurized rather than raw milk. അതായത് നോർമലി സാനിറ്റൈസേഷൻ മെത്തേഡിൽ കൂടി നമുക്ക് ഈ ഒരു ഓർഗാനിസംസ് ഫുഡിൽ നിന്ന് ഫ്രീ ആക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ റോ മിൽക്കിന് പകരം നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് കൺസ്യൂം ചെയ്യുക. ആൻഡ്
by keeping employees away from wood when these workers have staphylococcal infections in the form of cold boils carbuncle. അതേപോലെ തന്നെ ഈ ഫുഡ് പ്രോസസ്സേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എന്തെങ്കിലും സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻസ് ഉണ്ട്. അത് അതിൻ്റെ ഫോംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കോൾഡ്, ബോയിൽസ്, കാർബങ്കിൾസ് എന്നൊക്കെ പറയുന്നത് സ്റ്റഫൈലോകോക്കസ് ഇൻഫെക്ഷൻ്റെ ഫോംസ് ആണ്. ഇത് ഏതെങ്കിലും ഫോംസ് ഓഫ് സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻസ് ഈ ഒരു വർക്കേഴ്സിൽ ഉണ്ടെങ്കിൽ ആ വർക്കേഴ്സ് ഫുഡ് ഐറ്റംസുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്താ സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷനെ കുറിച്ച് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെയായിരുന്നു? ആദ്യം എന്താണ് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്നാണ് പറഞ്ഞത്. ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ ബാക്ടീരിയയുടെ ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്നതാണ് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് എക്സാമ്പിൾ ബോട്ടിലിസ് നമ്മൾ ഡീറ്റെയിലി നോക്കി. സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞത് സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണ്. അത് കോസ് ചെയ്യുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രോടോക്സിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ആ ഇൻഫെക്ഷൻസ് വരുന്നത്. ഇത് മെയിൻ ആയിട്ടും ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ ലൈനിങ്ങിലൊക്കെ ഇൻഫ്ലമേഷൻസ് കോസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു സർജിക്കൽ ആബ്സസിലാണ്. ആൻഡ് ഇതിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അലക്സാണ്ടർ ഓക്സ്റ്റൺ ആണ്. ദെൻ ഓർഗാനിസംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ആണ്, എയറോബ് ആണ്. അതേപോലെ തന്നെ ഒരു മീഡിയത്തിലാണെങ്കിൽ ഇത് ഗോൾഡൻ, യെല്ലോ അല്ലെങ്കിൽ അൺപിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കോളനീസ് ആണ് ഫോം ചെയ്യുന്നത്. ടോക്സിൻസ് മെയിൻലി 6 ടൈപ്പ്: എ, ബി, C1, C2, D ആൻഡ് E. അതിൽ എ ആൻഡ് ഡി ആണ് കൂടുതൽ ടോക്സിക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ ഇത് കൊയാഗുലേസ് പോസിറ്റീവ് ആണെന്നൂടെ പറഞ്ഞിട്ടു. ഇതിൻ്റെ ടെമ്പറേച്ചർ, ഗ്രോവിങ് ടെമ്പറേച്ചർ 4 to 46 hours ആണ്. കൂടുതലായിട്ടും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 14 degree Celsiusലാണ്. ദെൻ അതിൻ്റെ pHും കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ എൻട്രോടോക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രോട്ടീൻ നേച്ചറാണ്. എൻട്രോടോക്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിലൊരു സിസ്റ്റീൻ ലൂപ്പ് പ്രസൻ്റ് ആണ്. ഈ സിസ്റ്റീൻ ലൂപ്പാണ് അതിന് ടോക്സിസിറ്റിക്ക് കാരണമാവുന്നത്. ദെൻ മേജറായിട്ടും ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഫുഡിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് മീറ്റിലൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ കസ്റ്റാർഡ് ഫീൽഡ് ബേക്കറി ഗുഡ്സിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ടോക്സിൻ പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർച്ചും അതേപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ ഫുഡ് ഐറ്റംസിലുണ്ടെങ്കിൽ അത് ടോക്സിൻ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ടോക്സിൻ എന്ന് പറയുന്നത് ഹീറ്റ് സ്റ്റേബിൾ ആണ്. ദെൻ ഡിസീസിനെ കുറിച്ച് പറയുമ്പം ഡിസീസ് ഏതാണ്? സ്റ്റഫൈലോകോക്കൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണ്. ഇറ്റ്സ് ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 2 to 4 hours ആൻഡ് ജനറൽ ആയിട്ടുള്ള അതിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കുക. ദെൻ അതെങ്ങനെയൊക്കെയാണ് ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നത്? മെയിനായിട്ടും സ്റ്റാഫ് ഓറിയസ് ഉള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാഫ് ഓറിയസിന് ഒരു കൾച്ചർ മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ഇതിൻ്റെ ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴിയൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ഇൻഫെക്ഷൻസ് വരുന്നത്. ആൻഡ് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പേഴ്സണൽ ഹൈജീൻസ് നോക്കുക, അതുപോലെ സ്റ്റാഫ് ഓറിയസിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുക, അതിനെ കില്ല് ചെയ്യുക, അതിൻ്റെ സ്പോർലേഷനെ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ഓൾറെഡി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു വർക്കർ ഈ ഫുഡുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് മെയിൻലി നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇത് ഇത്രയുമാണ് നമ്മുടെ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത്. സോ നമ്മുടെ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന ആ ഒരു ഇത് ഫസ്റ്റ് കാറ്റഗറി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫുഡ് ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. എന്താണ് ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ? അതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. സോ ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം ആ ഫുഡ് വഴി എന്താ ലൈവായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നു. സോ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് മെറ്റബോളൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ മെറ്റബോളൈറ്റ്സിനോടോ അല്ലെങ്കിൽ ഈ മൈക്രോബ്സിനോടോ ഉള്ള നമ്മുടെ ബോഡിയുടെ റിയാക്ഷൻസിൻ്റെ റിസൾട്ടായിട്ട് ഇൽനെസ് അല്ലെങ്കിൽ ഡിസീസ് അവിടെ ജനറേറ്റ് ആവുന്നു. അങ്ങനെ വരുന്ന ഡിസീസസിനെയാണ് നമ്മൾ മെയിൻലി ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്തായിട്ട് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈ സാൽമോണെല്ലോസിസ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സാൽമോണെല്ലോസിസിനെ കുറിച്ചാണ്. സാൽമോണെല്ലോസിസ്
result following the injection of viable cells of members of genus of Salmonella. So നമ്മൾ പറഞ്ഞു ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്ത് കാണും, വയബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ്, ജീവനുള്ള മൈക്രോബ്സ് ആ ഒരു ഫുഡിനകത്ത് കാണും. അങ്ങനെ മൈക്രോബ്സ് ഉണ്ടായിട്ടല്ലേ ആ ഫുഡിനെ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിലെങ്ങനെ കണ്ടാമിനേഷൻ വരും. അപ്പം ഓൾറെഡി ആ ഫുഡിൽ എന്താ കണ്ടാമിനേഷൻ കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് പ്രസന്റ് ആണ്. സോ സാൽമോണെല്ലോസിന്റെ കേസസിൽ ആ ടേമിൽ പറയുന്ന പോലെ തന്നെ സാൽമോണെല്ലോസിസ് കോസ് ചെയ്യുന്നത് സാൽമോണെല്ല എന്ന് പറയുന്ന ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. ആൻഡ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്ന ഫുഡിൽ സാൽമോണെല്ല എന്ന് പറയുന്ന മെമ്പർ കാണും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻലി ഒക്കറിങ് ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ. അപ്പോൾ കോമൺ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സാൽമോണെല്ലോസിസ്. Infection by consumption of a food containing salmonella depend on the resistance of the consumer, the infectiveness of the particular strains of salmonella and the number of organisms ingested. So ഈ ഒരു ഫുഡ്, അതായത് സാൽമോണെല്ലോസിസ് വരാനുള്ള ചാൻസ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇൻഫെക്ഷൻ ബൈ കൺസെപ്ഷൻ ഓഫ് എ ഫുഡ് കണ്ടെയ്നിങ് സാൽമോണെല്ല, അതായത് സാൽമോണെല്ല അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡ് വഴി ഉള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഏതൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരും. ഒന്ന് കൺസ്യൂമറിനുള്ള റെസിസ്റ്റൻസ്, അതായത് സാൽമോണെല്ലയോടുള്ള കൺസ്യൂമറിനുള്ള റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഇൻഫെക്റ്റീവ്നെസ് ഓഫ് ദി പർട്ടിക്കുലർ സ്ട്രെയിൻ, അതായത് ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള സാൽമോണെല്ല സ്ട്രെയിൻ്റെ എഫിഷ്യൻസി, അതേപോലെ തന്നെ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻജസ്റ്റഡ്, നമ്മൾ ആ ഒരു ഫുഡിൽ കൂടി ഇൻജസ്റ്റ് ചെയ്തിട്ടുള്ള സാൽമോണെല്ലയുടെ നമ്പർ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഒരു സാൽമോണെല്ലോസിസ് വരാനുള്ള ചാൻസ് എന്നത്. സോ ഇതിൻ്റെ ഓർഗാനിസം നോക്കുകയാണെങ്കിൽ സാൽമോണെല്ല ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. സോ സാൽമോണെല്ലോസിസിൻ്റെ പോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് സാൽമോണെല്ലയാണ്. സാൽമോണെല്ല എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. സോ ഇറ്റ് ഈസ് നോൺ സ്പോർ ഫോമേഴ്സ് ആണ്, മൊട്ടൈൽ വിത്ത് പെരിട്രൈക്കസ് ഫ്ലജെല്ല ആണ്. ഇതെങ്ങനെയാണ്, സ്പോർ ഫോമേഴ്സ് അല്ല, നോൺ സ്പോർ ഫോമേഴ്സ് ആണ്, ഹൈലി മോട്ടൈൽ ആണ്. പെരിട്രൈക്കസ് ചുറ്റും ഫ്ലജെല്ലാസ് കാണും, സോ അത് ഹൈലി മോട്ടൈൽ ആയിരിക്കും. Salmonella can be named and identified using a serological procedure known as Kaufman-White scheme. So, Kaufman-White scheme ഏത് ഓർഗാനിസംസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഈ Kaufman-White scheme എന്ന് പറയുന്നത് സാൽമോണെല്ലയുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സെറോളജിക്കൽ പ്രൊസീജിയറാണ്. The genus Salmonella cause enteric fever, gastroenteritis and septicemia. So, Salmonella mainly cause ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് enteric fever അഥവാ ടൈഫോയിഡ് കോസ് ചെയ്യും, രണ്ടാമത്തേത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മൂന്നാമത്തേത് സെപ്റ്റിസീമിയ. ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് മെയിൻലി സാൽമോണെല്ല കോസ് ചെയ്യുന്നത്. സോ നമ്മൾ സാൽമോണെല്ലോസിസ് ആണ് പറഞ്ഞത്, അതായത് ഫുഡ് ഇൻഫെക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് സാൽമോണെല്ലോസിസ്. കോമൺലി ഒക്കറിങ് ആയിട്ടുള്ള ഫുഡ് ഇൻഫെക്ഷൻ സാൽമോണെല്ലോസിസ് ആണ്. സാൽമോണെല്ല ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴിയാണ് സാൽമോണെല്ലോസിസ് വരുന്നതെന്ന് പറഞ്ഞു. ആൻഡ് സാൽമോണെല്ലയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്, ഹൈലി മോട്ടൈൽ വിത്ത് പെരിട്രൈക്കസ് ഫ്ലജെല്ല. And it can be identified by a serological procedure known as Kaufman-White scheme, and it can cause enteric fever, gastroenteritis and septicemia. Then next സാൽമോണെല്ലയുടെ ആൻറ്റിജനിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് നോക്കുന്നത്. സാൽമോണെല്ലയിൽ കാണപ്പെടുന്ന ആൻറ്റിജൻസ് ഏതൊക്കെയാണ്? സോ സാൽമോണെല്ല പോസസ് മെയിൻ ആയിട്ടും അത് 3 ടൈപ്പുള്ള ആൻറ്റിജൻസ് ആണ് കാണിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഫ്ലജെല്ലാർ ആൻറ്റിജൻ. ഫ്ലജെല്ലാർ ആൻറ്റിജൻ ആ ടേമിൽ തന്നെ ഉണ്ട്, ഫ്ലജെല്ലയിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ ആണ് ഫ്ലജെല്ലാർ ആൻറ്റിജൻ എന്ന് പറയുന്നത്. അതായത് സാൽമോണെല്ലയ്ക്ക് പെരിട്രൈക്കസ് ഫ്ലജെല്ലയാണ്. സോ ആ ഫ്ലജെല്ലയിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ ആണ് ഫ്ലജെല്ലാർ ആൻറ്റിജൻ ഓർ എച്ച് ആൻറ്റിജൻ. പ്രസന്റ് ഓൺ ഫ്ലജെല്ല, സോ അത് കാണപ്പെടുന്ന ഫ്ലജെല്ലയിലാണ്. അത് ഹീറ്റ് ലബൈൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. അപ്പോൾ ആ ആൻറ്റിജന് ഇതെന്താ, ഹീറ്റ് ലബൈലാണത്. ഇനിയും സൊമാറ്റിക് ആൻറ്റിജൻ അഥവാ ഒ ആൻറ്റിജൻ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൻറ്റിജൻ സൊമാറ്റിക് ആൻറ്റിജൻ അഥവാ ഒ ആൻറ്റിജൻ ആണ്. It is a phospholipid protein polysaccharide complex form integral part of a cell wall. So ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താ, ഫോസ്ഫോലിപ്പിഡും പ്രോട്ടീനും പോളിസാക്രൈഡും കൂടി ചേർന്നിട്ടാണ് സൊമാറ്റിക് ആൻറ്റിജൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇത് സെൽ വോളിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സെൽ വോൾ ആണ്. സെൽ വോളിൻ്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ സൊമാറ്റിക് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് ബൊവൈൻ ആൻറ്റിജൻ. ബൊവൈൻ ആൻറ്റിജൻ എന്നും കൂടി ഇതിനെ നമ്മൾ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ആൻറ്റിജനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ബൊവൈൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ബൊവൈൻ ആൻറ്റിജൻ.
ദെൻ മൂന്നാമത്തെ ആൻറ്റിജൻ വരുന്നത് സർഫസ് ആൻറ്റിജൻ അഥവാ VI ആൻറ്റിജൻ. ആൻഡ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഫെലിക്സ് ആൻഡ് പിറ്റ് ചേർന്നിട്ടാണ് ആ ഒരു ആൻറ്റിജനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ സിമ്പിളി ഓർത്തിരിക്കുക, സാൽമോണല്ലയുടെ ആൻറ്റിജനിക് സ്ട്രക്ചർ നോക്കുമ്പോൾ അതിന് 3 ടൈപ്പ് ആൻറ്റിജൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എ ഫ്ലജർലാർ ആൻറ്റിജൻ ഓർ H ആൻറ്റിജൻ. ഫ്ലജർലയിലാണ് അത് കാണപ്പെടുന്നത്, ഹീറ്റ് ലബൈലായിട്ടുള്ള ഒരു ആൻറ്റിജൻ ആണ്. രണ്ടാമത്തെ ആൻറ്റിജൻ വരുന്നത് സൊമാറ്റിക് ആൻറ്റിജൻ അഥവാ O ആൻറ്റിജൻ ആണ്. അത് ഫോസ്ഫോലിപ്പിഡും പ്രോട്ടീനും പോളിസാക്രൈഡും കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. ആൻഡ് സെൽ വോളിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൊവൈൻ ആൻറ്റിജൻ എന്നും കൂടി അതിനെ അറിയപ്പെടുന്നുണ്ട്. ദെൻ അടുത്തത് സർഫസ് ആൻറ്റിജൻ അഥവാ VI ആൻറ്റിജൻ. അത് ഫെലിക്സും പിറ്റും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ആൻറ്റിജനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ സോഴ്സസ് ഓഫ് സാൽമോണല്ല. അടുത്തത് സാൽമോണല്ലയുടെ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. Human beings and animals are directly or indirectly the source of contamination of food with salmonella. Human beings-ഉം അതുപോലെ ആനിമൽസുമാണ് സാൽമോണല്ലയുടെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് വിത്ത് സാൽമോണല്ല. സോ ഫുഡിൽ സാൽമോണല്ല മൂലം ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്ന ആരാണ്? ഹ്യൂമൻ ബീങ്സും അതുപോലെ ആനിമൽസുമാണ് ഈ ഫുഡിൽ പോയിട്ട് സാൽമോണല്ല മൂലം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ കണ്ടാമിനേഷൻസ് കോസ് ചെയ്യുന്നത്. The organisms may come from actual cases of diseases or may. അപ്പോൾ ഈ ഒരു ഓർഗാനിസംസ് മെയിനായിട്ടും വരുന്നത് ഒന്നെങ്കിൽ ഈ ഒരു സാൽമോണല്ലോസിസിൽ നിന്ന് ഈ ഒരു ഓർഗാനിസംസ് വരാം, അല്ലെങ്കിൽ കാരിയേഴ്സിൽ നിന്ന് ഈ ഒരു ഇൻഫെക്ഷൻസ് വരാം. Most frequently isolated serovars such as Salmonella typhimurium which can cause human gastroenteritis. So important ആയിട്ടുള്ളൊരു സെറോവർ പറയുന്നത് Salmonella typhimurium ആണ്. അത് എന്താ ഹ്യൂമൻ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ ഫുഡ് എന്ന് പറയുന്നത് പോൾട്രി ആൻഡ് ദെയർ എഗ്. അപ്പം മെയിനായിട്ട് പോൾട്രി അല്ലെങ്കിൽ എഗ്ഗിൽ കൂടിയൊക്കെയാണ് ഈ സാൽമോണെല്ലോസിസ് വരുന്നത്. സോ സാൽമോണല്ലയെ കുറിച്ച് പറയുമ്പോൾ മെയിൻലി സാൽമോണെല്ലോസിസ് ആണ് കോസ് ചെയ്യുന്നത്. സാൽമോണല്ലയുടെ പ്രത്യേകതകൾ നോക്കുക. സോഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഫുഡിൽ ഈ ഒരു എന്താ കണ്ടാമിനേഷൻ കോസ് ചെയ്യുന്നത് ഹ്യൂമൻസ് വഴി അല്ല ആനിമൽസ് വഴിയൊക്കെ ആയിരിക്കും കണ്ടാമിനേഷൻ കോസ് ചെയ്യുന്നത്. മെയിനായിട്ടും കണ്ടാമിനേഷൻ റിപ്പോർട്ടഡ് ആയിട്ടുള്ള എഗ്ഗിലൊക്കെയാണ് കണ്ടാമിനേഷൻസ് കാണപ്പെടുന്നത്. Chicken, turkey, ducks and geese may be infected with any of the large numbers of type of salmonella which are then found in fecal matters in egg from the hens and in flesh of the dressed fowl. അപ്പം ചിക്കൻ, ടർക്കി, ഡക്സ്, ഗീസ് ഇതൊക്കെ എന്താണ്? സാൽമോണല്ല മൂലം ഇതിലൊക്കെ ഇൻഫെക്ഷൻസ് വന്നാൽ ഫൈനലി അതിൻ്റെ ഫീക്കസിൽ ആ ഒരു ഓർഗാനിസംസിനെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എന്താ എഗ്ഗിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡ്രസ്ഡ് ആയിട്ടുള്ള ഫൗൾസ് ഉണ്ടല്ലോ, ഈ ഫൗൾസിൻ്റെയൊക്കെ ഫ്ലഷിലും ഓർഗാനിസംസ് ഉണ്ട്. സോ ചിക്കൻസിൻ്റെയും ഡക്സിൻ്റെയൊക്കെ കേസസിൽ ഈ സാൽമോണല്ല എന്ന് പറയുന്ന ഓർഗാനിസംസ് പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീക്കസിൽ കൂടി അത് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഓർഗാനിസംസ് വരുന്നുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഓർഗാനിസംസിൻ്റെ ഫ്ലഷിലും ഈ ഒരു ഓർഗാനിസം പ്രസൻ്റ് ആയിരിക്കാം. അതായത് ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഫൗൾസ് അല്ലെങ്കിൽ ടർക്കിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കേസ്, അല്ലെങ്കിൽ ഹെന്നാണെങ്കിൽ അതിൻ്റെ ഫ്ലഷിലും ഈ സാൽമോണല്ല എന്ന് പറയുന്ന ഓർഗാനിസം പ്രസൻ്റ് ആണ്. About 1/3 of all food products involved in salmonella outbreaks are meat and poultry. അപ്പം മെയിനായിട്ടും സാൽമോണെല്ലോസിസ് കോസ് ചെയ്യുന്ന മീറ്റ് ആൻഡ് പോൾട്രി പ്രൊഡക്റ്റിൽ കൂടിയാണ് സാൽമോണെല്ലോസിസ് വരുന്നത്. എഗ്ഗാണ് മെയിനായിട്ട് സാൽമോണെല്ലോസിസിൻ്റെ സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. Considerable attention has been given to shell egg and to liquid frozen and dried egg as a source of. അപ്പം നമ്മൾ ഈ എഗ്ഗിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടൈമിൽ നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം. അതായത് ക്രാക്ക് വന്നിട്ടുള്ള ഷെല്ലാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എഗ്ഗ് അവോയ്ഡ് ചെയ്യണം. അതർവൈസ് ഓർഗാനിസംസ് അതിനകത്ത് എൻറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഫെർദർ ആയിട്ട് അവിടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാൽമോണെല്ലോസിസ് എന്ന് പറയുന്ന ഫുഡ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യും. സോ എഗ്ഗിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഹൈലി കെയർഫുൾ ആയിരിക്കണം. അതായത് അതിൻ്റെ ഷെല്ല് ക്രാക്ക് ആയിട്ടുണ്ടോ നോക്കുക, പിന്നെ ഡ്രൈഡ് ആണോ എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. Infected rodents, rats and mice may contaminate unprotected foods with their fecus and they spread salmonella bacteria. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു എന്താ ടർക്കി അല്ലെങ്കിൽ ഹെന്നിൻ്റെയൊക്കെ ഫീക്കസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ എല്ലാം ഫീക്കസിൽ കൂടി ഓർഗാനിസംസ് വരുന്നുണ്ട്. ആൻഡ് ഇതിനെ ഫീഡ് ചെയ്യുന്ന റോഡൻസ് വഴിയോ അല്ലെങ്കിൽ റാറ്റും മൈസും ഒക്കെ പോയിട്ട് ഈ ഫീക്കസിനെ ഫീഡ് ചെയ്യുക. ഈ ഫീക്കസിനെ എടുത്തിട്ട് അതിൻ്റെ ഫുഡായിട്ട് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ബോഡിയിലോട്ട് ഈ ഓർഗാനിസംസ് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ അൺപ്രൊട്ടക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ കവർ
ചെയ്ത് സൂക്ഷിക്കാത്ത ഫുഡ് ഐറ്റംസ്, അങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ഇതെന്ത് വന്നിട്ട് ഇൻഫെക്ഷൻസ്, അതിൻ്റെ ഫീക്കസിൽ കൂടി ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. Flies may play an important role in the spread of salmonella, especially from contaminated fecal matter. അതേപോലെ തന്നെ ഈ കണ്ടാമിനേറ്റഡ് നമ്മൾ പറഞ്ഞു ഈ റോഡൻസിൻ്റെ ഒക്കെ ഫീക്കസിലാണെങ്കിലും സാൽമോണല്ല പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടർക്കി ഹെന്നിൻ്റെ ഒക്കെ കേസസിലും സാൽമോണല്ല പ്രസൻ്റ് ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഫീക്കസിൽ ഒരു ഫ്ലൈസ് അല്ലെങ്കിൽ മോസ്കിറ്റോ വന്നിരുന്നിട്ട് അത് ഫുഡിൽ വന്നിരുന്നാൽ അതുവഴി ഫുഡിൽ എന്താ സാൽമോണല്ല ബാക്ടീരിയ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫ്ലൈസ് എന്ന് പറയുന്നത് സാൽമോണലോസിസ് കോസ് ചെയ്യുന്നതിൽ ഒരു ഗ്രേറ്റ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ സാൽമോണലോസിസ് ഫേവർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. മീറ്റ് ആൻഡ് പോൾട്രി പ്രൊഡക്റ്റ്, മീറ്റും പോൾട്രി പ്രൊഡക്റ്റും മെയിനായിട്ടും സാൽമോണല്ലയുടെ ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഇൻക്ലൂഡിങ് ഫ്രഷ് മിൽക്ക്, ഫെർമെൻറ്റഡ് മിൽക്ക്, ഐസ്ക്രീംസ്, ചീസ് ഹാവ് കോസ്റ്റ് ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ മീറ്റും അതേപോലെ എഗ് പ്രൊഡക്ട്സും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സും എന്താ ഇൻഫെക്ഷൻസിനെ കോസ് ചെയ്യുന്നുണ്ട്. ദെൻ എഗ് മേ ക്യാരി ദ സാൽമോണല്ല. Food made with egg and not sufficiently cooked or pasteurized may carry live organisms. മെയിൻലി സാൽമോണല്ല എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എഗ് എന്ന് ഓർത്തിരിക്കുക, അതായത് എഗ്ഗിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ എഗ്ഗ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിലും ഈ സാൽമോണല്ല ഓർഗാനിസംസ് പ്രസൻ്റ് ആയിരിക്കും. അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിനകത്ത് ഈ ഓർഗാനിസംസ് പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എഗ്ഗ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രോപ്പർലി കുക്ക് ചെയ്യുകയും പാസ്ചറൈസ് ചെയ്യുകയൊക്കെ വേണം. പ്രോപ്പർലി കുക്ക് ചെയ്തില്ല അല്ലെങ്കിൽ എഗ്ഗിനെയൊക്കെ പാസ്ചറൈസ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ലൈവ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവിടെ നിന്നിട്ട് സാൽമോണലോസിസ് കോസ് ചെയ്യും. സോ ഡിസീസസിനെ കുറിച്ചാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. Individuals differ in their susceptibility to salmonella infection, but in general morbidity is high in any outbreak. So ഓരോ ഇൻഡിവിജ്വൽസിന് നമുക്ക് ഓരോരുത്തരുടെയും ബോഡി ഘടന അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോരുത്തരും ഓരോ ഇൻഫെക്ഷനോട് റിയാക്ട് ചെയ്യുന്ന വേയും ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും സാൽമോണല്ല ഇൻഫെക്ഷനോട് റിയാക്ട് ചെയ്യുന്ന വേ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും ഒരു ഔട്ട്ബ്രേക്ക്, സാൽമോണലോസിസിൻ്റെ ഒരു ഔട്ട്ബ്രേക്ക് സംഭവിച്ചാൽ ഹൈ റേറ്റ് ഓഫ് മോർബിഡിറ്റി, അതായത് മോർബിഡിറ്റി റേറ്റ് ഹൈ ആയിരിക്കും. ഇൻഡിവിജ്വൽസിൻ്റെ റിയാക്ഷൻ്റെ ആ ഒരു ഇത് ഡിഫറെൻ്റ് ആണെങ്കിലും റിയാക്ഷൻ എബിലിറ്റി ഓർഗാനിസംസിനോട്, അതായത് നമ്മൾ മനുഷ്യർക്ക് ഈ ഒരു സാൽമോണല്ലയോടുള്ള റിയാക്ഷൻ എബിലിറ്റി ഡിഫറെൻ്റ് ആണെങ്കിലും ഒരു ഔട്ട്ബ്രേക്ക് സംഭവിച്ചാൽ മോർബിഡിറ്റി റേറ്റ് ഹൈ തന്നെ ആയിരിക്കും. As has been stated, the susceptibility of human varies with the species and strains of the organisms and total number of bacteria. So എങ്ങനെയാണ് ഒരു ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എത്ര ബാക്ടീരിയ നമ്മുടെ ബോഡിയിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്, ഏത് സ്ട്രെയിൻ ആണ് എൻട്രി ചെയ്തിട്ടുള്ളത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ അതിനോടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ നോർമൽ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത് 12 to 36 hours ആണ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. അപ്പം ഈ സാൽമോണലോസിസ് കോസ് ചെയ്യുന്ന സാൽമോണല്ല നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്ത് വിത്തിൻ 12 to 36 hours ആയിരിക്കും അത് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത്. മെയിനായിട്ടുള്ള സിംറ്റംസ് നമ്മൾ പറഞ്ഞ നോസിയ, ഹെഡ് ഏക്ക്, ഹൈ ബോഡി ടെമ്പറേച്ചർ, വീക്ക്നെസ്, ചില്ല്, ഗ്രീനിഷ് ലിക്വിഡ് എക്സ്ക്രീമെൻറ്റ്, വോമിറ്റിങ്, സിവിയർ അബ്ഡോമിനൽ പെയിൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് സാൽമോണലോസിസിൽ വരുന്ന സിംറ്റംസ്. സോ സിംറ്റംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ഡയേറിയ ദാറ്റ് യൂഷ്വലി അപ്പിയർസ് സഡൻലി. ദിസ് മേ ബി പ്രിസീഡഡ് ബൈ ഹെഡ് ഏക്ക് ആണ്. അപ്പം ആദ്യം വരുന്നതെന്ന് വെച്ചാൽ നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ആദ്യം വരിക. അതിനുശേഷം നമുക്ക് ചില്ലും ഹെഡ് ഏക്കും ഒക്കെ ആയിട്ട് തലവേദനയും വിറയലും ഒക്കെ വരുന്നു. അതർ എവിഡൻസസ് ഓഫ് ദി ഡിസീസസ് ആർ വാട്ടറി, ഗ്രീനിഷ്, ഫൗൾ സ്മെല്ല്. ഇനി മെറ്റേഡ് നമ്മൾ പറഞ്ഞു, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇൻടോക്സിക്കേഷൻ്റെ കേസസ് നമ്മൾ പറഞ്ഞാൽ ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ഇൻ ദി സ്റ്റൂൾ ഇൻ കേസ് ഓഫ് സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ. ഇനി ഇതിൻ്റെ കേസ് നമ്മൾ മെയിനായിട്ട് വരുന്നത്, അതായത് സാൽമോണല്ലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടറി, ഗ്രീനിഷ്, ഫൗൾ സ്മെല്ലിംഗ് സ്റ്റൂൾ ആയിരിക്കും. വാട്ടറി, ഗ്രീനിഷ്, ഫൗൾ സ്മെല്ലിംഗ് സ്റ്റൂൾ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാൽമോണലോസിസ്. പിന്നെ മസ്കുലാർ വീക്ക്നെസ്, ഫെയിൻനെസ്, അതേപോലെ മോഡറേറ്റ് ഫീവർ, റെസ്റ്റ്ലെസ്നെസ്, ഡ്രൗസിനെസ്, ഇതൊക്കെയാണ് മറ്റ് സിംറ്റംസ്. ദ സിവിയറിറ്റി ആൻഡ് ഡ്യൂറേഷൻ വേരി നോട്ട് ഓൺലി വിത്ത് ദ എമൗണ്ട് ഓഫ് ഫുഡ് ഈറ്റൺ ആൻഡ് ഹെൻസ് ദ നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻജസ്റ്റഡ്. സോ ഇതിൻ്റെ സിവിയാരിറ്റിയും ഡ്യൂറേഷനും എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡിനെ
ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമല്ല എത്ര ഓർഗാനിസംസ് നമ്മുടെ ഉള്ളിലെത്തി എന്നതിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു രോഗത്തിൻ്റെ ആ ഒരു രൂക്ഷത എന്ന് അല്ലെങ്കിൽ സിവിയറിറ്റി എന്നൊക്കെ പറയുന്നത്. സീരിയസ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ഓർഗാനിസംസ് ഫുഡിൽ കൂടി നമ്മുടെ ബോഡിയിലോട്ട് എൻട്രി, നമ്മൾ എത്ര ഫുഡ് കഴിച്ചു എന്നതല്ല ഇവിടെ ഈ ഒരു ഡിസീസിൻ്റെ സിവിയാരിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, പകരം ആ ഡിസീസിൽ കൂടി എൻട്രി ചെയ്തിട്ടുള്ള ഓർഗാനിസംസിൻ്റെ നമ്പറാണ്. ഇപ്പോൾ കുറച്ച് ഫുഡേ കഴിച്ചിട്ടുള്ള അതിൽ കൂടി കൂടുതൽ ഓർഗാനിസംസ് എൻട്രി ചെയ്തു, ഇനി കൂടുതൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് അതിൽ കൂടി കുറച്ച് ഓർഗാനിസം എൻട്രി ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ ഏതാ കൺസിഡർ ചെയ്യുന്ന കൂടുതൽ ഓർഗാനിസം എൻട്രി ചെയ്ത കേസായിരിക്കും കൂടുതൽ സിവിയർ ആയിട്ടുള്ളത്. Intensity may vary from slight discomfort and diarrhea to death in 2 to 6 days. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സിവിയാരിറ്റി ഓരോ ഇൻഡിവിജ്വലുള്ള സിവിയാരിറ്റിയും എന്താ പല ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും സാൽമോണെല്ലോസിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് സംഭവിച്ചാൽ മോബിലിറ്റി റേറ്റ് ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ഡെത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വിത്തിൻ 2 to 6 days ആയിരിക്കും ഡെത്ത് സംഭവിക്കുന്നത്. യൂഷ്വലി സിംറ്റം പെർസിസ്റ്റ് ഫോർ 2 to 3 days. സിംറ്റംസ് ഒരു 2 തൊട്ട് 3 ദിവസം വരെ ആയിരിക്കും കാണപ്പെടുന്നത്. അബൌട്ട് 0.2 to 5% ഓഫ് പേഷ്യൻറ്റ് മേ ബിക്കം കാരിയേഴ്സ് ഓഫ്. അപ്പം എബൌട്ട് 0.2 to 5% ഓഫ് പേഴ്സൺസും സാൽമോണല്ലയുടെ കാരിയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സാൽമോണല്ലയുടെ ഗ്രോത്തിനെ അവർ ഫേവർ ചെയ്യുന്നില്ല, പകരം എന്താണ് അതിൻ്റെ ജസ്റ്റ് സർവൈവലിനെ മാത്രമേ അത് ഫേവർ ചെയ്യുന്നുള്ളൂ. അതിനെയാണ് കാരിയേഴ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ സാൽമോണല്ല കോസ് ചെയ്യുന്ന അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് അഥവാ എൻറ്ററിക് ഫീവർ എന്ന് നമുക്ക് ടൈഫോയിഡിനെ പറയാൻ പറ്റും. സാൽമോണല്ല ടൈഫി ഈസ് എ കോസിറ്റീവ് ഏജൻറ്റ്. സാൽമോണല്ല ടൈഫി ആണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്നത്. അബൌട്ട് 2000 സെറോടൈപ്സ് ഉള്ളതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ ഹ്യൂമൻസിലാണെങ്കിൽ ഇത് 2 ടൈപ്പ് ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നത്. ടൈഫോയിഡിലും കോസ് ചെയ്യുന്നുണ്ട്, നോൺ ടൈഫോയിഡിലും കോസ് ചെയ്യുന്നുണ്ട്. ടൈഫോയിഡൽ ഫീവറും നോൺ ടൈഫോയിഡൽ ഫീവറും ഉണ്ട്. സോ ടൈഫോയിഡൽ ഫീവർ എന്ന് പറഞ്ഞാൽ എൻട്രി ഫീവർ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് ബാസിലെ. സോ ടൈഫോയിഡൽ ഫീവർ മെയിൻലി കോസ് ചെയ്യുന്ന ടൈഫോയിഡൽ ആൻഡ് പാരാടൈഫോയിഡൽ ബാസിലെ ആയിരിക്കും. ഇനി നോൺ ടൈഫോയിഡൽ എന്ന് പറയുന്നത് ദ ഫുഡ് പോയിസണിങ് ഗ്രൂപ്പ് വിച്ച് ആർ എസെൻഷ്യലി കംപ്രൈസസ് ഓഫ് ആനിമൽ പാരസൈറ്റ് ബട്ട് ഓൾസോ ഇൻഫെക്ട് ഹ്യൂമൻ ബീങ്സ് പ്രൊഡ്യൂസിങ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആൻഡ് സെപ്റ്റിസീമിയ. നോൺ ടൈഫോയിഡിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എന്താ, ദ ഫുഡ് പോയിസണിങ് ഗ്രൂപ്പ് വിച്ച് ആർ എസെൻഷ്യലി കംപ്രൈസസ് ഓഫ് ആനിമൽ പാരസൈറ്റ്. നോൺ ടൈഫോയിഡ് എന്ന് പറയുന്നത് സുണോട്ടിക് ഇൻഫെക്ഷൻസ് ആയിരിക്കും വരുന്നത്. അത് മെയിൻലി ആനിമൽ പാരസൈറ്റിൽ കൂടി ആയിരിക്കും ഹ്യൂമൻസിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഹ്യൂമൻസിൽ ഇത് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസും സെപ്റ്റിസീമിയയുമാണ് പറഞ്ഞത്. സോ സാൽമോണലയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സാൽമോണല 3 ടൈപ്പിലുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യും. ടൈഫോയിഡ് കോസ് ചെയ്യും, അതേപോലെ തന്നെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസും സെപ്റ്റിസീമിയം. ടൈഫോയിഡ് കോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈഫോയിഡ് ബാസിലിയും പാരാടൈഫോയിഡ് ബാസിലിയും. സാൽമോണല്ല ടൈഫിയും സാൽമോണല്ല പാരാടൈഫിയാണ്. ഇനി അടുത്ത നോൺ ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ അതൊരു സുണോട്ടിക് ഇൻഫെക്ഷൻ ആണ്. ആനിമൽസിൽ നിന്നാണ് ഹ്യൂമൻസിലോട്ട് കിട്ടുന്നത്. സോ ഹ്യൂമൻസിൽ അത് മെയിനായിട്ടും ഗ്യാസ്ട്രോഎൻട്രൈറ്റിസും സെപ്റ്റിസീമിയയുമാണ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ക്ലിനിക്കൽ കോസസ്. ദ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ടൈഫോയിഡിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 7 to 14 days ആണ്. ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ആർ സ്റ്റെപ്പ് ലാഡർ പൈറെക്സിയ, soft palpable spleen, raw spot that fade on the pressure appears on skin during 2 to 3 weeks. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ലാഡർ ഇടവിട്ട് വരുന്ന പൈറെക്സിയ, അതുപോലെ തന്നെ സോഫ്റ്റ് പാൽപ്പബിൾ സ്പ്ലീൻ ഭയങ്കര സോഫ്റ്റ് ആവുന്നു. പിന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ആണെങ്കിൽ റോസ് സ്പോട്ട് കാണാം, റോസ് കളർ സ്പോട്ട് നമ്മുടെ സ്കിന്നിൽ കാണാം. ജസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്താൽ അത് ഡിസപ്പിയർ ആവുന്നതും കാണാം. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഒരു 2 to 3 weeksനുള്ളിലായിരിക്കും കാണപ്പെടുന്നത് ഇൻ കേസ് ഓഫ് ടൈഫോയിഡ്. കോംപ്ലിക്കേഷൻസ് ആർ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ, ഹെമറേജ്. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊക്കെ ജസ്റ്റ് സുഷിരം വരും, പെർഫറേഷൻസ്, അതുപോലെ രക്തസ്രാവം, ഹെമറേജും ഒക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനകത്ത് വരും. ദ ബെസ്റ്റ് നോൺ ടൈഫോയിഡ് കരിയർ ഈസ് ടൈഫോയിഡ് മേരി ഓർ മേരി മാലോൺ. ടൈഫോയിഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മെയിനായിട്ടും ടൈഫോയിഡിൻ്റെ കരിയറിനെ കുറിച്ച് ഓർത്തിരിക്കണം. മേരി മാലോൺ പണ്ട് ഈ ടൈഫോയിഡിനെ ക്യാരി ചെയ്തിരുന്ന ഒരാൾ, ഈ മേരി മാലോൺ എന്ന് പറയുന്നത് ഒരു കുക്കായിരുന്നു. സോ ഈ കുക്ക് ചെയ്യുന്ന ഫുഡിൽ കൂടി
ഈ ഫുഡ് കഴിക്കുന്ന കുറേ പേർക്ക് ഒരു ഡിസീസ് വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ആ ഡിസീസായിരുന്നു ടൈഫോയിഡ്. ആൻഡ് പിന്നീട് മനസ്സിലായി ഈ മേരി മെലോൺ എന്ന് പറയുന്നത് ഈ സാൽമോണല്ല ടൈഫി അല്ലെങ്കിൽ പാരാ ടൈഫി അല്ലെങ്കിൽ ടൈഫോയിഡ് ഫീവറിൻ്റെ പോസിറ്റീവ് ഏജൻ്റ് ഒരു കാരിയർ ആയിരുന്നു. സോ അതുവഴി അവർ കുക്ക് ചെയ്യുന്ന ഫുഡിൽ കൂടി ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും ടൈഫോയിഡ് വരുന്നതായിട്ട്. സോ ദ കാരിയർ ഓഫ് ടൈഫോയിഡ് എന്നറിയപ്പെടുന്ന ടൈഫോയിഡ് മേരി അഥവാ മേരി മെലോണിനെയാണ്. സാൽമോണല്ല പാരാടൈഫി എ ഒക്കർ ഓൺലി ഇൻ ഹ്യൂമൻസ്. അപ്പോൾ സാൽമോണല്ല പാരാടൈഫി എ എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ മാത്രമായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ പാരാടൈഫി ബി എന്ന് പറയുന്നത് ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. ആനിമൽസ് ആയിട്ട് ഏതൊക്കെയാണ്? ഡോഗ്, ക്യാറ്റ്, ഇതിനെയൊക്കെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഇത് പിന്നെ പോയിട്ട് ഹ്യൂമൻ ഡിസീസസ് കോസ് ചെയ്യുന്നു. സോ സാൽമോണല്ലയിൽ തന്നെ സാൽമോണല്ല പാരാടൈഫി എയും ബിയും ഉണ്ട്. പാരാടൈഫി എ ഹ്യൂമൻസിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് മെയിനായിട്ടും ഡോഗിലൊക്കെ ആയിരിക്കും ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അത് പിന്നെ ഹ്യൂമൻസിൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. Then condition necessary for the outbreak is salmonellosis outbreak അല്ലെങ്കിൽ salmonellosis സ്പ്രെഡ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. The food must contain or became contaminated with the salmonella bacteria. അതായത് നമ്മുടെ ഫുഡിനകത്ത് സാൽമോണല്ല ബാക്ടീരിയ മൂലം കണ്ടാമിനേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാൽമോണലോസിസ് സ്പ്രെഡ് ചെയ്യും. This bacteria must be there in considerable number either because of contamination or more often because of growth. ഇനി ഈ ഒരു ഓർഗാനിസംസ് ഹൈ എമൗണ്ടിൽ ഫുഡിലുണ്ട് അല്ലെങ്കിൽ ഫുഡിൽ ഈ ഒരു ഓർഗാനിസംസ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും സാൽമോണലോസിസ് ഔട്ട്ബ്രേക്ക് സംഭവിക്കാം. This high numbers means that the food must be a good culture media. The temperature must be favorable and enough time must be allowed for appreciable growth. So ഇതിൻ്റെ നമ്പർ, അതായത് ഫുഡിൽ സാൽമോണല്ലയുടെ നമ്പർ കൂടുക എന്നുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫുഡ് സാൽമോണല്ലയുടെ ഒരു കൾച്ചർ മീഡിയം, ഗുഡ് കൾച്ചർ മീഡിയം അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ടെമ്പറേച്ചറും അതിൻ്റെ ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ ആ ഫുഡിൻ്റെ പ്രോസസ്സിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നതും അതിൻ്റെ ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ടൈം നമ്മൾ അതിനെ കീപ്പ് ചെയ്യുമ്പം ആ ഒരു കീപ്പിംഗ് ടെമ്പറേച്ചറിൽ ഫെർദർ ആയിട്ട് അത് ഗ്രോ ചെയ്യുന്നുണ്ട്. ദ വയബിൾ ഓർഗാനിസം, അതേപോലെ തന്നെ സാൽമോണല്ല ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചാലും നമുക്ക് സാൽമോണലോസിസ് വരാം. ദെൻ പ്രിവെൻഷൻ ഓഫ് ഔട്ട്ബ്രേക്ക്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ സാൽമോണലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. Avoidance of contamination of food with salmonella from sources such as diseased human beings and animals and carriers and ingredients carrying organisms, example contaminated eggs. So avoidance of contamination of food with salmonella. അപ്പം ഇത് മെയിനായിട്ട് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡിൽ സാൽമോണല്ലയും തമ്മിലുള്ള ഫുഡും സാൽമോണല്ലയും തമ്മിലുള്ള കോണ്ടാക്റ്റ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ്? സോഴ്സസ് സച്ച് ആസ് ഡിസീസ്ഡ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽ കെരിയേഴ്സ് ആൻഡ് ഇൻഗ്രീഡിയൻസ്, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ കെരിയേഴ്സ്, അതായത് ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഈ ഫുഡുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ അതുവഴി സാൽമോണലോസിസ് വരാം. സോ അങ്ങനത്തെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഡിസ്ട്രക്ഷൻ ഓഫ് ഓർഗാനിസംസ് ഇൻ ഫുഡ് ബൈ ഹീറ്റ് ഓർ അതർ മീൻസ് വെൻ പോസിബിൾ ആസ് ബൈ കുക്കിംഗ് ഓർ പാസ്ചറൈസേഷൻ, പേയിങ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ഹെൽഡ് ഓവർ ഫുഡ്സ്. അതേപോലെ തന്നെ നമുക്ക് കില്ല് ചെയ്യാം, ഹീറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഓർഗാനിസം കില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്യുക. അതായത് കുക്കിങ്ങും പാസ്ചറൈസേഷനും ഒക്കെ ചെയ്തിട്ട് ഫുഡിനെ പ്യുവർ ആയിട്ട് സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഈ ഫുഡിനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് അവിടെ സാൽമോണല്ല ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സാൽമോണല്ല വന്ന് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് അവോയ്ഡ് ചെയ്യുക. പ്രിവെൻഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് സാൽമോണല്ല ഇൻ ഫുഡ് ബൈ adequate refrigeration or by other means. അതേപോലെ തന്നെ സാൽമോണല്ലയുടെ ഗ്രോത്ത്, നമ്മുടെ ഫുഡിലുള്ള സാൽമോണല്ലയുടെ ഗ്രോത്തിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ആ ഫുഡ് ഐറ്റം റെഫ്രിജറേറ്റ് ചെയ്തിട്ട്, അതായത് ഫ്രോസ് ചെയ്ത് വെച്ചിട്ടോ എല്ലാം അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇൻ ദ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ, കെയർ ആൻഡ് ക്ലീൻനെസ് ഇൻ ഫുഡ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ആർ ഇമ്പോർട്ടൻറ്റ്. ദ ഫുഡ് ഹാൻഡ്ലിംഗ് ഷുഡ് ബി ഹെൽത്തി ആൻഡ് ക്ലീൻ. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഓർഗാനിസവും ഫുഡും തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കുക, ഓർഗാനിസംസിൻ്റെ ഓർഗാനിസം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, പിന്നെ മാക്സിമം നമ്മൾ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുക, പിന്നെ ഫുഡിനെ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫുഡിലെ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഇനിയുള്ള മറ്റൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഹാൻഡ്ലേഴ്സ് ഉണ്ടല്ലോ, ഫുഡ് ഹാൻഡ്ലേഴ്സ് ഹൈജീനിക് കണ്ടീഷൻസിലുള്ളവരായിരിക്കണം. അവരൊരിക്കലും ഈ ഒരു ഇൻഫെക്ഷൻ്റെ
കാരിയേഴ്സ് ആവാൻ പാടില്ല. അതായത് ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഴ്സണ് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ ആയിട്ട് ഈ ഫുഡ്, അങ്ങനെയുള്ള പേഴ്സൺസ് കാരിയേഴ്സും ഫുഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് പ്രിവെൻറ്റ് ചെയ്താൽ നമുക്ക് സാൽമോണലോസിസിനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് സാൽമോണലോസിസിനെ കുറിച്ച് പറയുന്നത്. സോ ഫുഡ് ഇൻഫെക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു സാൽമോണലോസിസ് എന്ന് പറയുന്നത്. സോ സാൽമോണലോസിസ് മെയിൻലി കോസ് ചെയ്യുന്നത് സാൽമോണല്ല എന്ന് പറഞ്ഞു. ആൻഡ് സാൽമോണല്ല ഒരു ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ വിത്ത് പെരിട്രൈക്കസ് ഫ്ലജല്ലയാണ്. ദെൻ സാൽമോണല്ലയുടെ ആൻറ്റിജനിക് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ നോക്കി. 3 ടൈപ്പ് ആൻറ്റിജൻ: ഫ്ലജല്ലാർ ആൻറ്റിജൻ, സൊമാറ്റിക് ആൻറ്റിജൻ ആൻഡ് സർഫസ് ആൻറ്റിജൻസ്. ദെൻ സോഴ്സസ് ഓഫ് സാൽമോണല്ല എന്ന് പറയുമ്പം അത് മെയിനായിട്ടും എഗ് ആൻഡ് എഗ് പ്രൊഡക്റ്റിൽ കൂടിയായിരുന്നു സാൽമോണല്ല സ്പ്രെഡ് ആവുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സാൽമോണല്ല ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ഒക്കെ ഫീക്കസ് വഴിയും എന്താ സാൽമോണല്ല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലൈസ് വഴി സാൽമോണല്ല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി സാൽമോണല്ല ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സാൽമോണല്ല മെയിൻലി കണ്ടാമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മീറ്റ്, പോൾട്രി, എഗ് പ്രൊഡക്ട്സ് ഒക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസീസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ ഡിസീസസിനകത്ത് മെയിനായിട്ട് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡും അതിൻ്റെ സിംറ്റംസും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈഫോയിഡിനെ കുറിച്ച് പറഞ്ഞു. ടൈഫോയിഡിൻ്റെ ടൈപ്സും കോസിറ്റീവ് ഏജൻസും. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സാൽമോണലോസിസ് സ്പ്രെഡ് ആവുന്നത്, കണ്ടീഷൻ നെസസറി ഫോർ ഔട്ട് ബ്രേക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, സാൽമോണല്ല വന്നിട്ട് ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്, ഫുഡിൽ ഹൈ എമൗണ്ട് ഓഫ് സാൽമോണല്ല ഉള്ളത് കൊണ്ട്, പിന്നെ ഫുഡ് സാൽമോണല്ലയ്ക്ക് ഒരു നല്ല കൾച്ചറൽ മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രിവെൻഷൻ ഓഫ് ഔട്ട് ബ്രേക്സ്, എങ്ങനെയൊക്കെ നമുക്ക് സാൽമോണല്ലയുടെ കണ്ടാമിനേഷൻ, സാൽമോണല്ല ഫുഡിൽ വന്നിട്ടുള്ള കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫുഡിനെ, അതായത് ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന നല്ല ഹൈജീനിക് കണ്ടീഷൻ പ്രോസസ്സ് ചെയ്യുക. ആൻഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈലി ഹൈജീനിക് കണ്ടീഷനിലുള്ള വർക്കേഴ്സ് ആയിരിക്കണം. ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ അതിൻ്റെ പ്രിവെൻഷനിൽ പറഞ്ഞിട്ടുള്ളത്.